അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു വ്ളോഗാണ്. അതായത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിനും കൂടി ഉണ്ട്. അപ്പോൾ ഓൾ വന്നിട്ട് അമ്മ അമ്പലത്തിൽ പോകും. അടുത്ത് തന്നെ ഒരു കോടത്തമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വലിയ ഒന്നും ഉണ്ടാവില്ല, ബർത്ത്ഡേ ആയിട്ടില്ല, ഒന്നുമില്ല. എന്നാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് തോന്നി, അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാണാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കാണാം കേട്ടോ. വയസ്സൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എൻ്റെ വയസ്സൊന്നും പറയുന്നില്ല. വയസ്സ് പറഞ്ഞൂടാന്നല്ലേ പറയുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാം. നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന, നമ്മൾ പണ്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ദൂരം, സ്കൂളിൻ്റെ താഴെ തന്നെ ആയിട്ട് ഈ അമ്പലം. അപ്പോൾ ഇതല്ല മെയിൻ അമ്പലം, കുറച്ച് അപ്പുറത്താണ് മെയിൻ അമ്പലം. ആ തോട്ടത്തിൽ നടന്ന മെയിൻ അമ്പലമായിട്ട് എത്തും. അപ്പോൾ ഇവിടെ ജനുവരിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. രേവതി ഞാനും വന്ന്, വേറെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആ 4 കെട്ടില്ലേ, അതൊരു 4 കെട്ട വീടാണ്. അവിടെ സേവ് ദ ഡേറ്റ് എടുക്കുന്ന നല്ലൊരു സ്ഥലമാണ്. ആ സേവ് ദ ഡേറ്റെല്ലാം എടുക്കാൻ പറ്റി. അപ്പോൾ അവിടെ കുറേ ആൾ വന്ന് ഫോട്ടോ എല്ലാം എടുക്കലുണ്ട്. പിന്നെ ഇവിടെ ഉത്സവമായാലും ഫുൾ ആൾക്കാരും ചന്തയും, പിന്നെ ഈ സൈഡിലൊരു കണ്ടുണ്ട്. കണ്ടത്തിൽ മൊത്തം നമ്മളെ കളിപ്പാട്ടെല്ലാം വെക്കൂലേ, അങ്ങനത്തെ അവരായിരിക്കും ഫുൾ ആ ഉത്സവത്തിൻ്റെ ടൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പണ്ട് സ്കൂളെല്ലാം പഠിക്കുമ്പോൾ രാവിലെ എക്സാമെല്ലാം ഉണ്ടാവില്ലേ, എക്സാമിന് രാവിലെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, എന്നിട്ട് ഇവിടെ എക്സാം എഴുതാൻ പോലെ. അപ്പോൾ അതെല്ലാം ഇവിടെ എത്തുമ്പോൾ ആ ഒരു ഓർമ്മയിലാണ്. ഈ സ്കൂളിൻ്റെ താഴെയായി അമ്പലം. നമ്മൾ ഇവിടെ നിന്നാൽ നമ്മളെ സ്കൂൾ കാണാൻ പറ്റും. അമ്പലത്തിൽ നിന്ന് സ്കൂളും കാണാൻ പറ്റും, സ്കൂളിൽ നിന്ന് അമ്പലം കാണാൻ പറ്റും. ഇതായി കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഞാൻ രേവതിയോട് പറഞ്ഞു, ഞാൻ നടക്കുന്ന ഒരു വീഡിയോയിലെടുക്കുക, രേവതി ബർത്ത്ഡേ അല്ലേ നമുക്ക് കാണിക്കാമെന്ന്. അങ്ങനെ നടക്കുന്നതാണ്. പിന്നെ നല്ല വെയിലുണ്ടായിനി. ഒരു 9 മണി 9:30 ആയിട്ടില്ലെങ്കിലും നല്ല വെയിലുണ്ടായിനി. ഇത് ഈ കാണുന്നതാണ് സ്കൂളിൽ. നമ്മൾ +1 +2 ബിൽഡിംഗ് ആണ് അത്. അപ്പോൾ ആടെ ഇരുന്നാൽ ഈ അമ്പലം നല്ലതിൽ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒരു ഓർമ്മയാണ് ഗൈസ്. അത്രയേ ഉള്ളൂ അമ്പലം സ്കൂളും തമ്മിലൊരു ദൂരം. ഇതൊരു സിറ്റി അല്ല, പക്ക ഒരു ഗ്രാമം. ആ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു അമ്പലമാണ്. നല്ല വൈബ് അമ്പലമാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ഒരു ഫീലാണ്. അവിടെ കുളമെല്ലാം ഉണ്ട്. കുളത്തിൽ കാലം കവിട്ടാണ് ഉള്ളിൽ കയറി, അതൊന്നും എടുത്തിട്ടില്ല. കുളത്തിൽ ഫോം പോകുക എന്നിട്ട് അത് സ്കിപ്പാക്കി. പിന്നെ അത് അമ്പലത്തിൽ നമ്മൾ ചുറ്റൂലേ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചുറ്റുന്നതാണ്, കുറിയെല്ലാം എടുത്തിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, എന്തോ പാട്ടുത്സവം, അങ്ങനെ എന്തോ ഉത്സവം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പന്തലെല്ലാം കെട്ടുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്നാലും തൊഴാൻ വന്ന ആളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ മാത്രം ഉണ്ടായിട്ട് വേറെ ആരും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവരെൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റെല്ലാം കൊണ്ട്. അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ പോയി. പിന്നെ അപ്പുവേട്ടൻ വന്നു, അത് കഴിഞ്ഞിട്ട് അപ്പുവേട്ടൻ വന്നു. പിന്നെ അപ്പുവേട്ടനപ്പുറം കുറേ ഫോട്ടോ എല്ലാം എടുത്തു, അങ്ങനെ നിന്നു. ഇവർ രാവിലെ ഒന്നും എണീക്കുന്ന ടീംസ് അല്ല, എന്നാലും രാവിലെ വന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. വീട്ടിൽ അങ്ങനെ കുറച്ചാളെ വിളിച്ചിട്ടുള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. ഒരു കേക്ക് കുറിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഒരു 12 മണിയെല്ലാം ആകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. നമ്മൾ നടന്നിട്ടില്ല കേട്ടോ. അപ്പോട്ടൻ വന്നോണ്ട് അപ്പോൾ അപ്പോട്ടൻ്റെ ഒപ്പം പോയി, നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോട്ടൻ വീട്ടിലേക്ക് വന്നെയാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട്. വേഗം വന്നു ഞങ്ങൾ. ശരിക്കച്ചാ അച്ഛൻ എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു രാവിലെ. അങ്ങനെ പറയാ, ഹാപ്പി ബർത്ത്ഡേ പറയും. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയും. ഓക്കെ, താങ്ക് യു. ഞാൻ പറയിപ്പിച്ചിട്ട് വേണം ഹാപ്പി ബർത്ത്ഡേ പറയാൻ. അപ്പൊ ഇനി വേറൊന്നും പരിപാടി ഇല്ല കേട്ടാ. ഞാൻ കൊടയഞ്ചാല് പോവാണ്, കുറച്ച് സാധനം മേടിക്കാൻ. നല്ല ഫ്രെയിമാണ് കേട്ടോ, അവർ തന്ന ഫ്രെയിമാണ്. അപ്പോൾ എനിക്കിഷ്ടമായി, നല്ല രസമുള്ള ഫ്രെയിം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്ത ഫോട്ടോസൊക്കെയാണ് ഇത്. അപ്പോൾ അങ്ങനത്തെ ഫ്രെയിം ഞാൻ വിചാരിച്ചു എനിക്ക് ഫ്രെയിം ആക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രെയിം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ മറ്റേ ചിക്കൻ കറി വെക്കുന്ന പരിപാടി കേട്ടോ. ചിക്കൻ കറി ഞാൻ വറുത്തരക്കൂലേ, അങ്ങനെ ഒരു ഗ്രേവി ടൈപ്പ് വെക്കുന്നതാണേ. ഇങ്ങനെ വെക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആളുണ്ടായതുകൊണ്ട് ഒരു ഗ്രേവി ടൈപ്പ് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഞാനാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് എനിക്ക് കൈ വേദന എടുത്തു, ഇളക്കി കൈ വേദന. ഞാൻ പറഞ്ഞു ഇത് ശരി ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കി വെച്ച സംഭവം ആയിട്ടുണ്ടായിട്ടില്ല. ലാസ്റ്റ് എനിക്ക് നല്ല ചീത്ത ഇട്ടിട്ടുണ്ടായി. പോട്ടെ. പിന്നെ വൈകുന്നേരം ആയിട്ടാകുമ്പോൾ എല്ലാവരും വന്നു കേട്ടോ. അതാ തുമ്പിയാണ് മെയിൻ. തുമ്പി ഞാനിങ്ങനെ കേക്കിൻ്റെ അടുത്തൊക്കെ ഇവിടെ വന്ന് നിന്ന് കേക്ക് മുറിക്കാൻ
ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ വീട്ടിൽ കേക്ക് മുറിക്കുമ്പോൾ തുമ്പി ഉണ്ടാവും, തുമ്പി ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ തുമ്പിയാണ് കേക്ക് മുറിച്ചിന്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിന് ആ ദിവസം. ഞാൻ അങ്ങനെ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ല, 2-3 വിളിച്ചിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ തന്നെ, 2-3 അങ്ങനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അമ്മൂച്ചിയും തുമ്പിയും ഇവരും വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇവർ വരുമ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് നമ്മൾ മുറിച്ചിട്ടുണ്ടായിന്. പിന്നെ എല്ലാവരും വായിൽ വെക്കുന്നത് ചടങ്ങുണ്ടല്ലോ, അങ്ങനെ അത് ചടങ്ങെല്ലാം കഴിഞ്ഞ് അതിന് മുമ്പേ തുമ്പി കേക്കെല്ലാം കൊണ്ടുപോയിട്ട് എല്ലാവരും വായിലെല്ലാം വെച്ച് കൊടുക്കാൻ തുടങ്ങിയോ. ഓളെ ബർത്ത്ഡേ ആണ് മെയിൻ, അതുപോലെ ഓളെ ബർത്ത്ഡേ ആണ് കേസ്. അതുപോലെ തുമ്പി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തുമ്പി കേക്ക് മുറിച്ചു, എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. തുമ്പിയാണ് മെയിൻ, ആ ചിരിയൊക്കെ. അപ്പോൾ കേക്കെല്ലാം മുറിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഇഡ്ഡലി ആന്നിട്ടാണ്. ഞാൻ വിചാരിച്ച് നെയ്പ്പത്തിലി ആക്കുന്നതാണ്, പക്ഷെ നെയ്പ്പത്തിലി ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഇഡ്ഡലിയാണ് ഉണ്ടാക്കി. ഇഡ്ഡലി ഉണ്ടായിന്, ചപ്പാത്തി ഉണ്ടായിന്, ചോറുണ്ടായിന്, അങ്ങനെ ഉണ്ടായിന്. അപ്പോൾ അതാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ വലിയ കാരണമൊന്നുമില്ല കേട്ടോ. ആഘോഷമൊന്നുമില്ല, ഒരു കേക്ക് കുറിക്കുക, ഒരു പായസം വെച്ചിട്ടുണ്ടായിന്. പിന്നെ അമ്മ എനിക്ക് റിങ് മേടിച്ചിട്ടുണ്ടായിന് ഡയമണ്ടിൻ്റെ. അപ്പോൾ അത് ഇട്ടിരുന്നൊരു ചടങ്ങാണ് കേസ്. ഇത് മേടിച്ചിട്ട് ഇന്നലെ ആയി, പക്ഷെ ഇന്നാണ് അമ്മ ഇട്ട് തന്നത്. നാളെ ഇടാന്ന് പറഞ്ഞിട്ട് അമ്മ വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ എനിക്ക് രേവതി ഗിഫ്റ്റ് തന്നിട്ട്, രേവതി ഒരു ഫ്രെയിമാണ് തന്നത്. രേവതി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ കസിനാണ്, എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഒപ്പരില്ല ഒരാളാണ്. അപ്പോൾ ഓളെനിക്ക് ഗിഫ്റ്റ് തന്നിന്. തുമ്പിത ചോറ് തിന്നുന്ന കണക്കെ വാരി തിന്നുന്ന കേക്ക്, നമ്മളെ കണ്ണു വെട്ടിച്ച കേക്കെല്ലാം തിന്ന് തീർക്കും, തണുപ്പല്ലേ, അങ്ങനെ കൊടുക്കൂല. പിന്നെ ഞാൻ വ്ളോഗ് തുടങ്ങി ഗൈസ്. എപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. ഞാൻ എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് ശ്രീജിത്താണ് കേട്ടോ, തുമ്പീൻ്റെ അച്ഛനാണിത്. അപ്പോൾ തുമ്പീൻ്റെ അച്ഛനും തുമ്പി അമ്മച്ചി ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് വന്നിട്ടുണ്ട്. അവർ അപ്പനെ പോയിന്, എല്ലാം കഴിഞ്ഞിട്ട് അവർ അന്ന് തന്നെ പോയിന്. അവർ പയ്യന്നൂരാണേ, അവരപ്പനെ പോയിട്ടുണ്ടായിന്. ഈ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചത് നമുക്ക് എപ്പെങ്കിലും ആയാലും ഇത് കാണാമല്ലോ, എപ്പെങ്കിലായിട്ട് നമുക്കൊരു ഓർമ്മിക്കാനൊരു ദിവസമില്ലേ. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ. ഇതാണ് രേവതി തന്ന ഫ്രെയിം ഇട്ടാൽ, നല്ല അടിപൊളി ഫ്രെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എൻ്റെ വീട് നിറച്ച് ഫ്രെയിംസാണ്, മൊത്തം ഫ്രെയിമാണ്. എവിടെ നോക്കിയാലും ഞാനാണ്, ചുമരും മൊത്തം ഞാനാണ്, അതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ഫ്രെയിംസ് ഇട്ടിട്ടുണ്ടായിന്. ഇനി ഇത് കാച്ചുവാണ്, ഇത് കസിന് ഒരാൾ, പിന്നെ ഒരാൾ കൂടി ഉണ്ട്. ഓളെൻ്റെ ക്യാമറയുടെ മുമ്പിലേ വരില്ല, പക്ഷെ ഞാൻ എഴുന്നേലോളം എടുക്കും. ഇത് അമ്മൂച്ചിയാണേ, തുമ്പീൻ്റെ അമ്മയാണത്. പിന്നെ ഞാൻ ഇത് കാച്ചും ആളും തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒരു ബൊമ്മക്കുഞ്ഞ് ഭയങ്കര ഇഷ്ടമായി, അതിൻ്റെ കളറായാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാനിത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല, അവിടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി എനിക്ക് കിട്ടൂല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടേണ്ടി വെച്ചിട്ടായിരിക്കും പോകുന്നത്. പിന്നെ മൂത്തയോട് ഞാൻ ഹായ് പറയാൻ പറ്റുന്നത്. മൂത്ത എന്നോട് ചോദിക്കുന്നുണ്ട് ഫോട്ടോ ആണോ, അതാ മൂത്ത അങ്ങനെ നിന്ന്. ഞാൻ പറഞ്ഞു ഫോട്ടോ അല്ല മൂത്തേ, വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാണ് മൂത്ത നിൽക്കുന്നുണ്ടായത്. പിന്നെ ആ തുമ്പി ആ ബൊമ്മക്കുഞ്ഞ് വിടുന്നില്ല, ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിൽ നിൽക്കുന്നതാണ് അവൾ. പിന്നെ ഇവളോട് വർത്താനം പറയാൻ നിന്നാൽ പിന്നെ സമയം പോകുന്നേ അറിയില്ല. എന്തെങ്കിലും കാട് പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും ആയി എല്ലാവരോടും മിണ്ടും. അങ്ങനെ ആരോടും മിണ്ടാത്തൊന്നുമില്ല, അറിയാത്തവർ അങ്ങനെയല്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ കമ്പനിയാവും, ആ ഒരു ടൈപ്പാണ്. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നിലത്താണ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ലേ എല്ലാവരും കൂടി, ഇങ്ങനത്തെ ഒരു ഒന്നെങ്കിൽ വന്നാലേ എല്ലാവരും കൂടി ഒത്തുകൂടില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടി നിലത്തിരുന്നിട്ട് ഇഡലിയും ചപ്പാത്തിയും. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊരു തെയ്യം ഉണ്ടായിട്ട് ആ തെയ്യം കാണാൻ പോയി. പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല, തെയ്യം കണ്ട് വേഗം വന്നു.